നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. Thank you very much. So, conquer the world with love. Love you everybody you're on. Boche. എന്താ പേരെന്താ? അഷ്റഫ്. എവിടുന്നാ? കോഴിക്കോടോ? അത് ശരി. എന്താ വിശേഷം? പുള്ളിയല്ലേ? റൈഡ് പൊളിക്കണ്ടേ? തീർച്ചയായിട്ടും. പിന്നല്ല, നമ്മൾ സെറ്റില്ലേ? ഓക്കെ. ഞാൻ ഇപ്പൊ ഗോവയിൽ നിന്ന് വന്നോളൂ. ഇപ്പൊ ഗോവയിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ അല്ലേ? ഇതാണ് മുതലാളി. കണ്ടോ, ഇതാണ് മുതലാളി. സാധനം അരി സാധനം സൂപ്പർ വണ്ടിയാണ്. അടിപൊളി. പൊളിയല്ല, സെറ്റല്ല. ഞാൻ കുടുങ്ങിയോ? അപ്പോൾ ഗൈസ്, നമ്മൾ ബോച്ചേൻ്റെ അടുത്തെത്തി ഫുൾ ഓണായി സെറ്റാണ്. ഇനിയാണ് പ്രോഗ്രാംസ് നമ്മൾ തുടങ്ങുന്നത്. ഇങ്ങോട്ട് നോക്കി മക്കളെ, ബൈക്കുകൾ, ബസ്സുണ്ട് കേട്ടോ. നമ്മളെ ബോച്ചേൻ്റെ ബസ്സുണ്ട്. ഇത് നോക്കി ബൈക്കുകൾ കള്ളിയാണ്. ഇങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ സമത്ത്, ഇവിടെ ചാപ്പി. കമോൺ ലെറ്റ്സ് ഗോ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ ഇതിൽ പോകുമ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ പോകും. ഇതാണ് ഇവിടെ ഈ ലൈനിൽ ടിക്കറ്റ് എടുക്കാനുള്ളവരോട് അങ്ങോട്ട് പോകാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ കുറേ ആൾക്കാർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ഒക്കെ റൈഡേഴ്സാണ് കേട്ടോ. റൈഡേഴ്സ് ഇതിലെങ്ങനെ വരുമ്പോൾ ഇവിടെ കിട്ടിയില്ല, എഴുതാൻ കൊണ്ടോ. ഇതിലെങ്ങനെ വരുമ്പോൾ ഇവിടെയും കംപ്ലീറ്റ്ലി റൈഡേഴ്സാണ്. എന്തോ സംഭവം സെറ്റ്. ഇറങ്ങി വരുമ്പോൾ ഇവിടെ സെർവോൻ്റെ പരസ്യം വെച്ചിട്ടുണ്ട്. ഔട്ട്ലെറ്റ് അതർ ബൈക്കിങ്സ്. ഗൈസ് പൊളി ഗൈസ്. മക്കളെ, ഞങ്ങളിവിടെ എത്തിയപ്പോൾ അവിടെ ബോച്ചയിലും പോണേ. ബോച്ച ബോച്ചേ സത്തായ് ബോച്ചേ ബോച്ചേ സത്തായ് സോലെ പോളെ ഗുള്ളു വ്ളോഗ്സ് എന്ന പേര്. KULLUVLOGS. KULLUVLOGS. മോനെ, കംപ്ലീറ്റ് നമ്മളെ ടീമാണ്. സെറ്റ്. Bro,
ഗൈസ് ഇവിടെ രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സെറ്റായി വരുന്നേ ഉള്ളൂ. ബാക്കി നമ്മളെ മുൻവശങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ഇങ്ങോട്ട് ഏതാ ഒരു ഭംഗി സംഭവങ്ങൾ എന്നറിയോ? യാ മോനെ സെറ്റാണ്. ഒരാൾ പൊട്ടിച്ച് വരുന്നുണ്ട്. ഏതാ അതിൻ്റെ സൗണ്ട് നോക്കെ. രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ഒരുപാട് യൂത്തന്മാരും ഈ യൗവനം മാറാത്ത ഒരുപാട് റൈഡേഴ്സും ഉണ്ട്. ഇത് കണ്ടോ റൈഡർ. എന്ത് പേരെന്താ? അഷ്റഫ്. എവിടുന്നാ? കോഴിക്കോടോ? അത് ശരി. എന്താ വിശേഷം? പൊളിയല്ലേ? റൈഡ് പൊളിക്കണ്ടേ? തീർച്ചയായിട്ടും. പിന്നല്ല നമ്മൾ സെറ്റില്ലേ? ഓക്കെ. ഞാൻ ഇപ്പൊ ഗോവയിൽ നിന്ന് വന്നോളൂ. ഇപ്പോൾ ഗോവയിൽ നിന്ന് വന്നിട്ടേ ഉള്ളൂ അല്ലേ? ഓക്കെ. അടിപൊളി. കോച്ചേൻ്റെ കൂടെ നമ്മളങ്ങോട്ട് പൊളിക്കുകയാണ്. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ഗൈസ് കണ്ടല്ലോ. ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഇതെൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 2 മണിക്കൂർ വീഡിയോ ഇട്ടാൽ തീരും തോന്നുന്നില്ല. ബോച്ചേൻ്റെ കൂടെ ഉള്ള പൊള്ളി. അങ്ങോട്ട് നോക്ക് ബാക്കിലൊക്കെ. ക്ഷീണിച്ചോ? ഒക്കെ മുത്തുമണികളാണ്. ഇവർ ഉറക്കവുമില്ലാതെ നമ്മുടെ റോയൽ എൻഫീൽഡ് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് അല്ലേ? അങ്ങനല്ലേ? അങ്ങനെ സുഹൃത്തുക്കളെ, ഞാൻ നടന്നു പോകുമ്പോണ്ട് ബോച്ചേൻ്റെ നമ്മളെ 1000 acres ഒരു ഫുട്ബോൾ കിടക്കുന്നു. ഞാൻ കാലുകൊണ്ട് ഒരൊറ്റ തട്ടായിരുന്നു അമ്മച്ചി. മക്കളെ അത് ബോളല്ല, അത് അല്ലായിരുന്നു. എന്താ പറ്റി അറിയില്ല. ഇങ്ങോട്ട് നോക്കി. നമ്മൾ ബോച്ചേൻ്റെ 1000 acres തെരാ പര അങ്ങനെ നടക്കുകയാണ് ഞങ്ങൾ. ഒരു പൊള്ളി വൈബായിട്ട് ചെക്കന്മാരൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. ചെക്കന്മാരല്ല, റൈഡേഴ്സ് സെറ്റ്. അപ്പോൾ നമ്മൾ ബോച്ചെ 1000 acres ആ തേയിലത്തോട്ടത്തിലൂടെയും ആ ഒരു വേറെന്ത് തോട്ടാടാ? കാർഡമത്തിന് എന്താ മലയാളത്തിൽ പറയാ? കാർഡമം, ഏലക്കായ കൃഷി. അങ്ങോട്ടൊക്കെ മണ്ണിട്ട നല്ല സൂപ്പർ റോഡ്. ഫുൾ സെറ്റപ്പാണ്. അടിപൊളി. അങ്ങോട്ട് നോക്ക് മക്കളെ. ഇവിടെ അതാ ഒരു ടുക് വണ്ടി 4 വീൽ ദബ്ബാബ്. അതാ പോണ്. അങ്ങനെ സുഹൃത്തുക്കളെ, വിശന്ന് കണ്ണ് കാണാതെയായി. ഞാൻ കണ്ണട എടുത്ത് വെച്ച് അപ്പോൾ നമ്മളുടെ മുത്തുമണി ചാപ്പി എനിക്കൊരു സുഗീൻ കൊണ്ട് തന്നെ. ആണോ? അത് ശരി. അപ്പോൾ ഞാൻ സുഗീന് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുത്തുമണി ചാപ്പി തന്നെ. അതിനിടയ്ക്ക് ഇവിടെ ഒരു ചെറിയൊരു കുട്ടി വ്ളോഗർ ഉണ്ട്. കുട്ടി വ്ളോഗർക്ക് സുഗീൻ വേണ്ടാന്ന് പറഞ്ഞ് ചോദിച്ചു വേണോന്ന്. അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞത് അവിടെ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാണ് നമ്മളുടെ കുട്ടി വ്ളോഗർ. എന്താ വിശേഷം? എന്താ വ്ളോഗർ പേരെന്താ? എന്താ ആണോ? ചാനലിൻ്റെ പേരെന്താ? ചാനലിൻ്റെ പേര് പറയേ. സബ്സ്ക്രൈബേഴ്സിന് കിട്ടുട്ടോ. എനിക്ക് 5 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. ഞാൻ പറയാം ചാനലിന്റെ പേര് പറയും. മഹേഷ് എന്നാണോ ചാനലിന്റെ? മഹേഷ് എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ വീഡിയോ കിടന്നു കേട്ടോ. ആണോ? ശരി, ഞാൻ നോക്കിക്കോളാം. അപ്പോൾ അതൊക്കെ ഞാൻ തപ്പിക്കോളാം. അപ്പോൾ നമ്മളുടെ കൊച്ച് യൂട്യൂബ് വ്ളോഗറെ ചാനൽ ഞാൻ കമൻറ്റിൽ കൊടുക്കും. എല്ലാവരും കയറി സബ്സ്ക്രൈബ് ചെയ്യണേ. അങ്ങോട്ട് നോക്കി മക്കളെ, നല്ല ടെൻറ്റുകൾ നൈസായിരിക്കും. നേരെ മേലെയാണ് സ്റ്റേജ് ഡാൻസൊക്കെ കളിച്ച് അവശനായി വന്ന് ഇവിടെ കിടന്നുറങ്ങാൻ ബോച്ചെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ബോച്ചയെ പറ്റി പറയുകയാണെങ്കിൽ ബോച്ചെ ഒരു മുത്തുമണിയാണ്. ഒരു സംഭവം അടിപൊളിയാണ്. ഇനി പ്രോഗ്രാം കഴിഞ്ഞിട്ട് ബോച്ചെ എന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റും പറയും. മുത്തുമണിയാണോ ചക്കരയാണോ പൊന്നാണോ എന്നൊക്കെ ഉള്ളത് കഴിയുമ്പോൾ നമ്മൾ പറഞ്ഞുതരും. ഓക്കെ. റൈഡേഴ്സിൻ്റെ കളിയാണ്, കംപ്ലീറ്റ് റൈഡേഴ്സ്. അതും ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും ഉണ്ടാവും മിക്കവാറും. വൺ സെറ്റപ്പ് പ്രോഗ്രാം. സൗദി അറേബ്യൻ ഞാൻ ചാപ്പി ഖത്തറിലേക്ക് പോകേണ്ട പരിപാടി കഴിഞ്ഞിട്ട്. അപ്പോൾ ഓരോ രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ടെൻറ്റിൽ കിടന്നുറങ്ങുന്നിട്ട്
സംഭവം സെറ്റ്. ബോച്ച ഏതാ മുതല് അങ്ങോട്ടൊക്കെ ആ മലിൻ്റെ മേലേക്ക് ഞങ്ങൾ കയറും കേട്ടോ. ആ മേലേക്ക് ഏറ്റവും മേലെ കയറി അവിടെ നിന്ന് ഇങ്ങനെ ട്രക്കിങ് ഇറങ്ങി വരും. അപ്പോൾ സെറ്റ് നമ്മൾ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സുഹൃത്തുക്കളെ, അതാ ചാപ്പി ഇങ്ങോട്ട് നോക്കടാ മുത്ത, അങ്ങനെ സമത നോക്കടാ. ഇതാട്ടോ നമ്മൾ ടെന്റിന്റെ ഉള്ളിൽ കയറിയിരിക്കുകയാണ്. 2 പുത്തുപടികളുടെ കൂടെ ഒരു ചക്കരമണി ഇതാ ഇവിടെ സുഹൃത്തുക്കളെ. ടെന്റിലാട്ടെ നമ്മൾ കയറിയത്. പൊള്ളിയാണ്. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യണം ലൈഫ്. ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ എൻജോയ് ചെയ്യാം. അപ്പോൾ ആൾക്കാരെന്താക്കൂല, ഒന്നും പറയാം. അപ്പോൾ നമ്മൾ കേൾക്കാണ്ട് എന്തെങ്കിലുമൊക്കെ പറയായിരിക്കും. എൻ്റെ കാലിന് മുട്ട് ചാപ്പി പൊളിച്ച്. അപ്പോൾ ഞങ്ങൾ രാവിലെ വന്ന് ടെന്റ് കിട്ടി. പോച്ചേ അരമണിക്കൂർ പ്രശസ്ത വ്ളോഗറെ നിർത്തി. 11:30 എന്നാലും കുഴപ്പമില്ല പോച്ചേ, നമുക്ക് പൊളിക്കണം രാത്രി. രക്ഷ ഉണ്ടാവില്ല. എന്താണെന്നറിയോ പോച്ചേ ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുള്ള ടെന്റ് നിങ്ങൾക്ക് വല്ലതും അറിയോ? അപ്പോൾ ബോച്ചയുടെ ശക്തമായ ഇടപെടലിൽ ഞങ്ങൾക്ക് റൂം കിട്ടി. ബോച്ചേനെ എൻ്റെ സുഹൃത്ത് സമദ് നേരിട്ട് വിളിച്ച് ഞങ്ങൾക്ക് റൂമൊക്കെ കിട്ടി. അടിപൊളി ടെന്റ്, AC ഒക്കെ ഉണ്ട്. സംഭവം സെറ്റാണ്. ഇങ്ങോട്ടൊക്കെ AC എന്ന് പറഞ്ഞാലല്ലേ, ഇതാണ് ഇവിടുത്തെ ക്ലൈമറ്റ്. AC ഏതാ ഒരു വൈബ്, ഏതാ ഒരു ക്ലൈമറ്റ് എന്ന് പറയും. സംഭവം സെറ്റാണ്. അപ്പോൾ പറഞ്ഞിട്ട് വന്നിട്ടോ ഇവിടെ ഇങ്ങനെ ഒന്ന് ആൾക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അവരെ ചെക്ക് ചെയ്താണ് ഇങ്ങോട്ട് വിടുന്നത്. ഒന്ന് കാണിച്ചു തരുന്നുണ്ടല്ലേ, ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നൈസാ. എന്താ ഒരു സന്തോഷം നോക്കുക. എല്ലാവരും പൊള്ളി സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പൊളി വൈബ് ടീം. ഒരാൾ എന്നെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഈ ലുക്കിൽ അവിടെ ചാപ്പിയും സമതക്കാടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇറങ്ങി ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാലോ വിചാരിച്ചിട്ട് ഇറങ്ങിയാണ്. ഇത് അങ്ങോട്ടൊക്കെ ഇവിടെ സെർവോൻ്റെ ഒരു വെൽക്കം ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. ഇവിടെ ഒരു വെൽക്കം ഗേറ്റൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടില്ലേ. യാമോനെ ബോച്ച ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ കയറിയിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മളുടെ ഇന്നത്തെ തട്ടകം കണ്ടോ. ഏതാ നോക്ക് സെറ്റപ്പ്. അപ്പോൾ ഇങ്ങനെയാണ് രാത്രി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നൈസായിരിക്കും, പൊളി വൈബായിരിക്കും. രാത്രി ഇവിടെ പൊടി പാറും. ഇവിടെ എന്തോ ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഫുഡ് കിട്ടുമെന്ന് അറിയില്ല. അതവിടെ റൈഡ് ഓൺ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. അവിടെ ഫുഡിൻ്റെ പോയോക്കാം. ഒരുപാട് ഇതേപോലുള്ള ചെറിയ ചെറിയ ഷോപ്പുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താ സംഭവം? സ്പാർക്ക് ബൈ കലോറീസ് എനർജി ഡ്രിങ്കാ? No, it's a dark chocolate. Dark chocolate. Spark by calories. It's an energy square. It's for energy and endurance. Apart from that, we have an exciting product called Intimacy Dark Chocolate. Calories. Intimacy Dark Chocolate. ഇതെവിടെ നമ്മളുടെ പെഡ്ലോക്കിന്റെ മുതലാളി. എന്താ വിശേഷം? നല്ല ഞങ്ങൾ കുറച്ച് നേരമായി റൂമൊക്കെ സെറ്റാക്കി അങ്ങനെ വരുമായിരുന്നു. ഇതല്ലേ നമ്മളെ പെഡ്ലോക്കിന്റെ കൗണ്ടർ. വെറുതെ ഇടിച്ച് കയറാം. ഇത് നമ്മളെ പെഡ്ലോക്ക് മോട്ടോർ സ്പോർട്ട്. ഇവർക്ക് സുൽത്താൻ ബത്തേരി ഉണ്ട് ഒരു ബ്രാഞ്ച്, പിന്നെ കാലിക്കറ്റും ഉണ്ട് ഒരു ബ്രാഞ്ച്. ഏതാ നോക്കാം ഈ സൗണ്ട്. ഹിമാലയൻ എത്ര ആൾക്കാരൊന്നും സീന്. നമ്മൾ വരുമ്പോൾ കണ്ടില്ല ഒരു വണ്ടി ഇതാ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. സാധനം മോട്ടോകാർഡ്. ഇത് ഏതാണെന്നറിയാം, ഒരു ഹാർലിൻ്റെ ആ ഒരു ലുക്ക് ഉണ്ട്. സൂപ്പർ 650 എന്ന് പറഞ്ഞിട്ട് ഏതാന്ന് നോക്കിയൊരു മൊഞ്ച് സൈഡിൽ 2 ഇതൊക്കെ കൊടുത്തിട്ട് മോനെ സീൻ സാധനം. പിന്നെ ഇങ്ങനെ വരുമ്പോൾ ഇവിടെയൊക്കെ നിറച്ച് വണ്ടികൾ. ഇവിടെ ഒരു ഹിമാലയൻ ഉണ്ട്, ഇവിടെ ഒരു വണ്ടി, ഇത് ഹോണ്ട, ഇത് എക്സ്പ്രസ്, ഇതൊരു ഹിമാലയൻ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരു റോയൽ എൻഫീൽഡ് ഉണ്ട്. വണ്ടികളുണ്ട് ഇഷ്ടംമാതിരി. ഇതൊരു ട്രംഫ് BMW യാമോനെ സീൻസാണ്. ഉണ്ടല്ലോ ഇഷ്ടംമാതിരി. ഓഫ് റോഡ് പോകാനുള്ള ഇവർക്ക് ഓഫ് റോഡ് പോകാൻ വേണ്ടി നിൽക്കുന്ന ടീമാണ് കേട്ടോ. ഇതാണ് ഫ്ലോർ ഒരു സെറ്റാക്കിയിട്ടുള്ളത് കേട്ടോ. ഫ്ലോർ ഇങ്ങനെ ഇതാണ് നമ്മളുടെ സ്റ്റേജ്. രാത്രി പൊള്ളിയായിരിക്കും. ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഗ്രൗണ്ടിലാണ് ഫുൾ പ്രോഗ്രാം ഉണ്ടാവുക. ആളുകൾ നിറഞ്ഞ് കവിഞ്ഞ ഒരു ഇതായിരിക്കും ഗ്രൗണ്ടായിരിക്കും. ഒരു പാട്ട് തീർത്തിയല്ലേ നമ്മൾ വന്നപ്പോൾ വരുമ്പോൾ. ഈ AR എവിടെയാ? അരുണാചൽ പ്രദേശ്. ഒരു AR രജിസ്ട്രേഷൻ വണ്ടി കണ്ടിട്ടോ.
കഴിച്ച് നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കാം. ഗൈസ്, ഈ വണ്ടിയിലിരുന്ന് ഫോട്ടോ എടുക്കുന്നതിന് ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? മൊലാളിയുടെ ഉണ്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. കുട്ടികളെ മൊലാളി പറഞ്ഞ് നമ്മളോട് ഫോട്ടോ എടുത്തോളാൻ. ഇത് നോക്കൊരു നരി സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ കയറി ഇരുന്നിട്ട് പടത്തോനെ ബിസ്മില്ല, നൈസ് വണ്ടിയാണ് ബ്രോ. ഒരു വീഡിയോ എടുക്കുമോ? ആരായാലും എടുത്താൽ മതി. ഗൈസ്, ഇതാണ് മുതലാളി. മുതലാളിനോട് കണ്ടോ, ഇതാണ് മുതലാളി. സാധനം നരി സാധനം, സൂപ്പർ വണ്ടിയാണ്, അടിപൊളി. ഓക്കെ ഗൈസ്, താങ്ക് യു. ഇങ്ങോട്ട് നോക്കിയില്ലേ, പ്രശസ്ത വ്ളോഗറാണ്, ഇടയ്ക്കിടയ്ക്ക് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ പ്രതീക്ഷിച്ച് നിന്ന മാതിരി തന്നെ നമ്മളുടെ RC വണ്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഏതാന്നോ സാധനങ്ങൾ കിടക്കുന്നത്, ഒറിജിനൽ എഞ്ചിനാട്ടോ സാധനം. വണ്ടികൾ, ഈ വണ്ടി ഒന്ന് ആംബ്രൂ കണ്ടിട്ടുണ്ട്. സീന് വണ്ടികൾ കേട്ടോ, RC. പെട്രോൾ ഒഴിച്ചിട്ടല്ലേ ഓടിക്കുക ബ്രോ? ഇത് പെട്രോൾ ഒഴിച്ച് ഓടിക്കുന്നല്ലേ? അതാ. ഇതൊക്കെയോ? ബാറ്ററി. ആ, ഇതൊക്കെ ബാറ്ററിയാണ്. അവിടെ കിടക്കുന്ന സാധനമാണ് പെട്രോൾ ഒഴിച്ചിട്ട് ഓടിക്കുന്നത്. ഇത് മോൺസ്റ്റർ സാധനം കിടക്കുന്നുണ്ട്. ഇത് കാണാൻ വന്നിട്ടുള്ള ആളുകൾ വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ ക്ഷീണിച്ചു, ഇനി ബാക്കി പരിപാടി സെറ്റാക്കാം. ഓക്കെ. ബോച്ചേനെ കാണാൻ തടിച്ചുകൂടിയ ജനങ്ങളാണിത്, യുവാക്കൾ, കംപ്ലീറ്റ് ടീമുണ്ട്. ബോച്ചേനെ കാണാൻ വേണ്ടി തടിച്ചുകൂടിയ ജനഹൃദയങ്ങളാണിതൊക്കെ. അല്ല, കാണുകയും ചെയ്യാലോ സംഭവം. ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോച്ചേൻ്റെ കൂടെ ഒരു വീഡിയോ എടുക്കണം എന്ന മോഹവും. സോറി, സെറിമണിയിലേക്ക് നമ്മൾ കടക്കുകയാണ്. സോ ബോച്ചെ, ഒരുപാട് സമയമായിട്ട് നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. സോ നമ്മുടെ ഒഫീഷ്യൽ ഫ്ലാഗ് ഓഫ് സെറിമണിയോട് കൂടെ തന്നെ ഇന്നത്തെ ദിവസത്തെ ഫസ്റ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റിക്ക് നമ്മുടെ 1000 റൈഡേഴ്സ് നമ്മുടെ ബോച്ചെ 1000 ഏക്കേഴ്സിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ഒരു മൊമെന്റിൽ സാറിന് എന്താണ് പറയാനുള്ളത്? Hello, hi. My dear action heroes. എല്ലാ ആക്ഷൻ ഹീറോസ് ആണ് ഇവിടെ ഉള്ളത്. ബൈക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ബൈക്കിൽ പച്ചക്കറി വാങ്ങാൻ പോകാന്നല്ല അർത്ഥം. ബൈക്കേഴ്സ്, ദേ ആർ റിയൽ സൂപ്പർ ഹീറോസ്. റോഡ് കീഴടക്കുന്നവരാണ്. അപ്പോൾ എല്ലാ ഹീറോസിനെയും ഇവിടെ കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. വെൽക്കം ടു ബോച്ചെ 1000 ഏക്കർ, മേപ്പാടി, വയനാട്. അടുത്തായിട്ട് എനിക്ക് തോന്നുന്നത് ടൈം ട്രയലാണ്. ഫ്ലാഗ് ഓഫ് സെറിമണിയാണ്. അതിനുശേഷം RC motors and after that in order we will be announcing. Anyway, full of action ആണ്, അഡ്വഞ്ചർ ആണ്. ജീവിതം എന്ന് പറഞ്ഞാൽ ജോലി, ബിസിനസ്, അല്പം കാശ്, 3 നേരം പൊട്ടടിക്കുക, കിടന്നുറങ്ങുക. ദാറ്റ്സ് ഓൾ ലൈഫ്. ഇതാണ് ജീവിതം. ജനിക്കുക, തിന്ന് മരിക്കുക അല്ല. ദാറ്റ് ഈസ് വൺ പാർട്ട് ഓഫ് ലൈഫ്. വേണം, പക്ഷേ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്, ജീവിതത്തിൽ ഒരു ഹീറോയിസം, ആക്ഷൻ, ത്രിൽ, അഡ്വഞ്ചർ ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാണ്. അതല്ലാതെ ജീവിതം ഫുൾഫിൽ ആവില്ല. അതുകൊണ്ട് ലെറ്റ്സ് ഗോ ഫോർ ആക്ഷൻ. Are you ready? Okay, so let's start one by one. Innum naale full of action, color, DJ, yoga, zumba, trekking, jungle safari, what else? So many things in the Boche 1000 acres. Boche jungle ride. നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. Thank you very much. So, conquer the world with love. Love you everybody. You're on Boche. So everybody, conquer the world with love. Come on. Yes, Abudi, നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് വന്ന് നമ്മുടെ ടൈം ട്രയൽസിന്റെ ഔപചാരികമായ ഫ്ലാഗ് ഓഫ് സെറിമണിയിലേക്ക് കടക്കുകയാണ്. 2 ദിവസം നീണ്ടു നിൽക്കുന്ന വേൾഡ് റെക്കോർഡ് അറ്റംപ്റ്റ് ആണ് നമ്മൾ എല്ലാവരും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. And this is youthful rider servo 1000 riders to Boche 1000 acres first adventure activity officially
നമ്മുടെ ഈ ഫ്ലാഗ് ഓഫ് സെറമണി നിർവഹിക്കുന്നതിനായിട്ട് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ബോച്ചെ ജോയിൻ ചെയ്യുകയാണ്. കമോൺ, ഒരു നിറഞ്ഞ സ്നേഹത്തോടെ നിറഞ്ഞ കൈയടിയോട് കൂടെ തന്നെ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. സോ പ്ലീസ് യെസ്. അപ്പൊ നമുക്ക് ഒരു ചെറിയ കൗണ്ട് ഡൗൺ കൊടുക്കാം. കൗണ്ട് ഡൗണോട് കൂടെ തന്നെ നമ്മുടെ ഒഫീഷ്യൽ ഫ്ലാഗ് ഓഫ് സെറമണി ഔപചാരികമായി സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ ബോച്ചെ ഫ്ലാഗ് ഓഫ് സെറമണി എടുത്തോ, മെല്ലെ മെല്ലെ പോയാൽ മതി. ബാക്കിയുള്ള റൈഡേഴ്സിന് എല്ലാവരെയും നമ്മുടെ RC ഷോയിലേക്ക്, RC മോട്ടോർ ഷോയിലേക്ക് ഞാൻ ഏറെ സ്നേഹത്തോടു കൂടി തന്നെ ക്ഷണിക്കുകയാണ്. ട്രയൽസിന് പോകാത്ത ബാക്കിയുള്ള എല്ലാ റൈഡേഴ്സും നിർബന്ധമായും ഇതിലേക്ക് ജോയിൻ ചെയ്യുന്നത്. ബോച്ച ബോച്ച ന്യൂട്രലിട്ട് സ്റ്റാർട്ടാക്കി ബോച്ച. ബോച്ച പൊള്ളി പൊള്ളി ബോച്ച. നിങ്ങൾക്കായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥലത്താണ്. സോ രജിസ്ട്രേഷൻ കൗണ്ടറിന്റെ അടുത്തായിട്ടാണ് നിങ്ങൾക്ക് ഫുഡ് കൗണ്ടേഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ ഫുഡ് കഴിക്കാൻ പോകുന്ന എല്ലാവരും നിർബന്ധമായും നിങ്ങൾ ഫുഡ് കൂപ്പൺസ് ക്യാരി ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ബോച്ചേ
ബോച്ചെ ഫുള്ള് ചളി തെറിപ്പിച്ച് ഗായ്സ്. ഈ സൈഡിൽ ഇങ്ങോട്ട് നോക്കൂ. ബോച്ചെ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ബോച്ചെ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇങ്ങോട്ട് നോക്ക്, ഫുള്ള് ചളി, മേത് ചളി, കംപ്ലീറ്റ് ചളിയിൽ കുളിപ്പിച്ച ബോച്ചെ. ഇതാ അവിടെ ഇങ്ങനെ ചളി കുളിപ്പിച്ചില്ലല്ലേ? ഇവിടെ മാത്രമായി അല്ല, ഇവിടെ മാത്രമായി. ഗായ്സ് ബോച്ചയ്ക്ക് വട്ടായിരുന്നു തോന്നിട്ട് ഗായ്സ് അവിടെ വണ്ടി കറങ്ങി എല്ലാവരിലേക്കും ചളി തെറിപ്പിച്ചിരിക്കുകയാണ് ഗായ്സ്. ബോച്ചയ്ക്ക് വട്ടായി ഗായ്സ്. അതങ്ങോട്ട് നോക്കൂ. മറ്റേ സ്റ്റെപ്പ് അടിക്കുക. മറ്റേ സ്റ്റെപ്പ് അടിക്കുക. മെല്ലെ മെല്ലെ മെല്ലെ. നമുക്ക് മാഹി എന്നുള്ളൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേരെന്തായിരുന്നു? സഹീർ. പേര് കോപ്പിറൈറ്റ് അടിക്കുമെന്ന് അറിയൂല ബാക്കില്. പിന്നെ മ്യൂസിക് നടക്കുന്നുണ്ട്. എന്താണ് പൊളിയല്ലേ? റൈഡ് പൊളിയല്ലേ? ഞങ്ങളൊന്ന് പൊളിക്കും മക്കളെ. ഇവിടെ ഏതാ സെറ്റപ്പ് അറിയോ? നിങ്ങൾ എപ്പോഴാണ് അവിടുന്ന് പോകുന്നത്? നമ്മൾ ഇന്ന് രാവിലെ 5 മണി. രാവിലെ 5 മണിക്കല്ലേ? പൊളി. ഓക്കെ, എൻജോയ് ബ്രോ. അങ്ങനെ ഗൈസ്, നമ്മളുടെ ബോച്ചെ 1000 ഏക്കേഴ്സിലെ RC മോട്ടോർ ഷോ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് നോക്ക്, വണ്ടികൾ ഏതൊക്കെയാണ് നിർത്തിയിട്ടിരിക്കുന്നതെന്ന്. ഇതിനോട് ഭയങ്കര ക്രേസുള്ള ഒരുപാട് യുവാക്കളുണ്ട് നമ്മളെ. അവർ ഏതൊക്കെ വണ്ടികളാണ് നോക്കുക. GMCൻ്റെ പഴയ വണ്ടി, അത് ഞാൻ ഗൾഫിലൊക്കെ കണ്ടിട്ടുണ്ട്. അല്ലാതെ ഒരുപാട് റാലി വണ്ടികൾ, അതേമാതിരി GMCൻ്റെ വണ്ടികൾ, ജീപ്പുകൾ, അതിൻ്റെ മോഡലുകൾ സെയിം വണ്ടികൾ, RC കാർ. ഓരോ വണ്ടികൾക്ക് 1 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം 4 ലക്ഷം ഒക്കെയാണ് ഈ RC കാറുകളുടെ വില കേട്ടോ. എന്തായാലും സംഭവം. ആ വണ്ടി നോക്കി ഏതാന്ന് നാട്ടിൽ നമ്മളെ ഷെവർലെറ്റ് ഉണ്ടല്ലോ, ഷെവർലെറ്റിൻ്റെയും GMCൻ്റെ ഒക്കെ വണ്ടികളുണ്ട്. ഇതൊരു FJ ക്രൂസർ ആണെന്ന് തോന്നുന്നു. തൊട്ടടുത്തൊരു പിന്നെ ഷെവർലെറ്റ്, അതിൻ്റെ തൊട്ടിപ്പുറത്തെ ഒരു ഡിഫൻഡറൊക്കെ ഉണ്ട്. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ എങ്കിൽ RC മോട്ടോർ ഷോ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ചില ആളുകൾ അവിടെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് ടൈമൊക്കെ വൈകിയത് കൊണ്ടൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ സംഭവം അവർ RC മോട്ടോർ ഷോ ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. നേരിട്ട് എന്തായാലും കാണാൻ പറ്റിയിട്ടില്ല. ഇനി എന്തായാലും നെക്സ്റ്റ് ടൈം അവരെ ഒന്ന് പോയിട്ട് കാണണം. സംഭവം ഒരു രക്ഷയില്ല കേട്ടോ. നൈസായിരുന്നു. വന്നിട്ടുണ്ട്. നോക്കിയോ മൂപ്പരത്തുള്ള വണ്ടി. പിന്നെ കഴിച്ച് നിങ്ങൾക്ക് വേറൊരു സംഭവം കൂടി കാണിച്ചു തരാം. ഇത് നോക്ക്, ബോച്ചെ ചെറുപ്പിച്ച ചള്ളികളാണ് കേട്ടോ. ഇത് മുഴുവനും ബോച്ചയിലൊരു വണ്ടി കറക്കൽ കറക്കിയിട്ടുണ്ട്. എൻ്റെ പോലെ സീൻ വണ്ടി കറക്കൽ. ഇങ്ങോട്ട് നോക്ക് അമ്മച്ചി, ബോച്ച ഒരു 1.5 കറക്കൽ കറക്കി ചളി തെറിപ്പിച്ച് എൻ്റെ പാൻറ്റ് നാശാക്കി. പാൻറ്റ് ബോച്ചനോട് കൈ തരാൻ പറയണം. അപ്പോൾ അടിപൊളി. ചളിയായിട്ട് നടക്കാൻ പറ്റുന്നത്. നമ്മളിവിടെ നൈസ് 2 വണ്ടികൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതേതാണ് വണ്ടി എന്നുള്ള അറിയില്ല. ഇതേതാ വണ്ടി ബ്രോ? ഇതേതാ വണ്ടി? നോമൻ. ഇന്ത്യയില് ഈ ഒരൊറ്റ പീസുകൾ ഇന്ത്യയില്. അത് ശരി, ഇന്ത്യയിൽ ഈ ഒരൊറ്റ പീസുകൾ കേട്ടോ മക്കളെ. ഏതാ മോഡൽ? ഇത് 1945. ഗിയർ ഇങ്ങനെ വണ്ടി കേട്ടോ. World War II മോഡൽ. ഷോക്കൊക്കെ വരുന്നതിന് മുമ്പുള്ള മോഡലാണ്. ബാക്കിൽ റിജിഡ് ഫ്രെയിമാണ്. ഫ്രണ്ടിൽ ഇത് വെബ്സ് എന്ന് പറയും. താറാവിന്റെ കൂട്ടത്തിലുള്ള വെബ്സ് ആണ്.
ഷോക്ക് ഇങ്ങനല്ല, ഇങ്ങനത്തെ ഈ ഷോക്കില്ലേ ഓക്കെ. ഇതെന്താ സാധനം? ഇതോ? അത് യൂസ് ചെയ്തത് എന്തിനാന്ന് കൂടി, ഇത് വേൾഡ് വാർ 2 ഇവര് ബ്രിട്ടൻ ചെയ്ത വണ്ടിയാണ്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്റേഴ്സിൽ പോയിട്ട് മലടികളൊക്കെ കൊണ്ടുപോയിട്ട് വണ്ടി ഡ്രോപ്പ് ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടുന്ന് പിന്നെ പട്ടാളക്കാർ ഓടിച്ചുണ്ട്. അങ്ങനെ അവർ കുറേ ലൈറ്റ് വെയിറ്റ് വണ്ടി ഡിസൈൻ ചെയ്തു. അതിൽ നോമാൻ്റെ ലൈറ്റ് വെയിറ്റ് വണ്ടി, അതായത് BSയുടെ ബാൻഡ്, അങ്ങനെ ലൈറ്റ് വെയിറ്റ് വണ്ടി കുറേ ഉണ്ട്. എൻഫീൽഡ് ഫ്ലൈങ് ഫ്രീ, അവിടെ കുറച്ച് ആംഗിൾ ലൈറ്റ് വെയിറ്റ് വണ്ടികളുണ്ട്. ഇതാണോ? ഇത് വെറുതെ അലമ്പാവുള്ളൂ. ഇതേതാന്ന് പറഞ്ഞ വണ്ടി? ഞങ്ങൾ ഇതിന്റെ ഡിസ്പ്ലേ ഇത് കൊണ്ടുവരാം. ഇത് റോയൽ എൻഫീൽഡാ? ഏറ്റവും സ്മോളസ്റ്റ് കപ്പാസിറ്റി എഞ്ചിനുള്ള വണ്ടി ആണോ? 22 cc ഉള്ളൂ. ഗായ്സ്, ഇത് വെറും 22 cc ഉള്ള വണ്ടിയാണ്. എടാ സമയനോട് ഇങ്ങോട്ട് വരാൻ പറയാം, അങ്ങോട്ടൊന്നും പോകണ്ട. ഇത് കണ്ടോ, ഏതാ നോക്ക്, റോയൽ എൻഫീൽഡിന്റെ വണ്ടി. റോയൽ എൻഫീൽഡ് നൈസ് വണ്ടി. അങ്ങനെ ചങ്ങായിമാരെ, നമ്മളെ ഫസ്റ്റ് ഡേ, അതായത് നവംബർ 30 പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൻ പ്രോഗ്രാംസ് ആയിരുന്നു, അടിപൊളിയായിരുന്നു. ബോച്ചേനെയൊക്കെ കണ്ട് ബോച്ചെ വണ്ടി കറക്കി, ഞങ്ങൾ വണ്ടി കറക്കി. ആ ബോച്ചേൻ്റെ 1000 ഏക്കേഴ്സിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഫുൾ കറങ്ങിയിട്ടോ. ഇതിൻ്റെ ബാക്കി നാളെ ഏത് DJൻ്റെ വീഡിയോയും, നമ്മൾ അവിടുന്ന് ഗുണ്ടൽപേട്ടയിലേക്ക് പോകുന്ന വീഡിയോയും, പിന്നെ നമ്മളുടെ വിന്നർക്ക് ഹാർലി ഡേവിഡ്സൺ ബോച്ചെ കൊടുക്കുന്നതും സംഭവങ്ങളും എല്ലാം ഉണ്ടാകും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യാൻ മറക്കല്ല കേട്ടോ. ലൈഫ് എൻജോയ് ആയിട്ട് അടിപൊളിയായിട്ടിരിക്കട്ടോ, എന്നെ പോലെ. ഓക്കെ, താങ്ക് യു ഗൈസ്.